വെൽക്കം ബാക്ക് ടു ട്രിപ്പ് കോമ്പസ്. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ തൃപ്പരപ്പ് എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിലാണ്. നമുക്കതിൻ്റെ വ്യൂഷസ് വരും. നമ്മൾ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻട്രൻസ് ഫീസ് 5 രൂപയായിട്ട് കൊടുക്കണം. ഇവിടെ എൻട്രൻസ് ഫീസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി നേരെ വരുന്നത് നമ്മൾ വിഷയമായിട്ട് കാണുന്നത് നല്ല അടിപൊളി ഒരു മനോഹരമായ ഒരു ഗാർഡൻ ഇവിടെ ഫിറ്റ് വെച്ചിട്ടുണ്ട്. പ്ലസ് ഇവിടെ വെള്ളച്ചാട്ടമാണെങ്കിലും നമുക്ക് കാണാനും ഒരു ചെറിയ പൂളൊക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ് കാര്യങ്ങൾ. അതിനാണെന്നാണ് അവർ ഫീസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ബാക്കിയൊക്കെ അടിപൊളിയാണ്. നിങ്ങൾ വിഷ്വൽ കാണും കുറച്ച്. അവിടെ നിന്ന് പോകാനടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും പോകാം. നമ്മൾ വന്ന വഴി ഇതുണ്ട്. ഇതാണ് നമ്മൾ വന്ന വഴി. തിരിച്ച് ഇതേപോലെ ഇതാണ് പൂളെന്ന് പറയുന്നത്. അത് ഇവിടെ അങ്ങനെ ലേഡീസും ജെൻസൊന്നുമില്ല. എല്ലാവർക്കും വേണം, ആർക്കും വേണമെങ്കിലും കുളിക്കാം, കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഗാർഡനിലേക്ക് പോകുന്നത് ഇതാണ് ചിൽഡ്രൻസ് പാർക്ക്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ കണ്ടത് പിള്ളേർക്ക് കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ നോക്കുന്നത്. എന്തായാലും കൊള്ളാം, കുഴപ്പമില്ല. എല്ലാം ഇവിടെ ഒരു ഡേ കറക്റ്റായിട്ട് എൻജോയ് ചെയ്യാനുള്ള സെറ്റപ്പ് ഇന്നതുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ടൈമൊക്കെ വരുമ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഴും. നല്ല രസമായിരുന്നു കാണാൻ. വെള്ളം ഇങ്ങനെ ധാരധാരമായിട്ട് ഇങ്ങനെ വീണിട്ട് ഉണ്ടോ. ഇതിൻ്റെ അകത്ത് ആ സെറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വന്ന് മുമ്പ് വരുന്നത്. ഇപ്പം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള ഇതാണ്. ലാസ്റ്റ് ടൈം വരുമ്പോൾ ഞാനും മകനെല്ലാവരും കൂടെ കയറിയത് കളിച്ചതാണ്. ഇടക്കെന്നിട്ട് സ്റ്റക്കായി പോയി. ഒരു രസം. പിന്നെ നോക്കാനാണെങ്കിൽ മൊത്തം പാറക്കെട്ടും കാര്യങ്ങൾ ഞാൻ കാണിച്ചില്ല. അതിൻ്റെ കോർണറിൽ നിന്നിട്ട് ബാക്കി കാര്യങ്ങളുണ്ട്. മൊത്തം പാറക്കെട്ടും കാര്യങ്ങളൊക്കെ. അതിൻ്റെ അത് മെയിനായിട്ട് നമ്മൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട ഇതാണ് പാറക്കെട്ടാണ് ഇവിടെ. ഇതിന് ഈ വെള്ളം ഒഴുകി വരുന്നത്. നമ്മൾ ആദ്യം ഞാൻ കാണിച്ചു തരാം. അത് ഫസ്റ്റ് ടൈം നമ്മൾ കണ്ട സ്ഥലമില്ല. അവിടുന്ന് ആ സ്ഥലം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അവിടുന്നാണ് ഇത് ഒഴുകി ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഗവൺമെൻറ് അതിനെ കെട്ടി തിരിച്ച് ഇങ്ങോട്ട് വിട്ടിരിക്കുക. അത് എന്താ വാട്ടർഫാൾസ് പോലെ തന്നെ ഇതാക്കി തൃപ്പരപ്പ് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ് അവർ ഗവൺമെൻറ്റിൻ്റെ അണ്ടറില്ല, കണ്ടില്ല. അതായത് കെട്ടി തിരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരുന്നാലും കപ്പിളായിട്ട് വന്നാലും ഫാമിലി ആയിട്ട് വന്നാലും ഒരു പ്രത്യേക വൈബാണ്, പ്രത്യേക ഒരു ഫീൽ തന്നെ നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ആകുന്നു. ഓട്ടോമാറ്റിക്കലി നേച്ചറും പ്ലസ് നമ്മുടെ ഇവിടുത്തെ സജ്ജീകരണങ്ങളെല്ലാം കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറാണ്. നമുക്കൊരു എന്താ പറയുക, നല്ലൊരു ഫീൽ ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. അങ്ങനെ അത് ഫീൽ ചെയ്യണത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റത്തില്ല എനിക്ക്. ഇതുണ്ട്, ഇതിപ്പോൾ ഇങ്ങനെ നേച്ചറിൻ്റെ ഇതിങ്ങനെ കറങ്ങി വരുമ്പോൾ വെള്ളച്ചാട്ടം, അതിൻ്റെ സൗണ്ട്, അത് പ്രത്യേക ഒരു സൗണ്ടാണ്. ഈ വെള്ളച്ചാട്ടം സൗണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുമോ കുറേ നേരമായിട്ട്. ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വേറൊരു ഫീലാണ് കേൾക്കുമ്പോൾ തന്നെ. ഇപ്പം ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ അപ്പോൾ പിള്ളേർക്ക് കളിക്കാനും കാര്യങ്ങൾക്കുള്ള ഇതുണ്ട് ഓൾറെഡി ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം. ഇത് ഇവിടുത്തെ വോളിലുള്ള ഒരു ഇതാണ് കേട്ടോ. ചിത്രകല പോലത്തെ ഒരു സെറ്റപ്പാണ്. അവർ ഇപ്പം
നേച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ കൂടുതലായിട്ടും എക്കോ ഫ്രണ്ട്ലി ആണ് മൊത്തത്തിൽ എന്നാണ് പറയണത്. പക്ഷേ ഇവിടെ ഇതൊക്കെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എന്ന് ഞാൻ പറയുന്നില്ല. ഇതത് വേണം, ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് ഞാൻ വരുന്ന കാലം തൊട്ടേ ഇവിടെ ഉണ്ട്. 2017 തൊട്ട് ഞാനിവിടെ വരുന്നതാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നതാണ് ഈ ഒരു വ്യൂവിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പം അവിടെ പോലീസുകാർ നിൽക്കണം. അപ്പോൾ അവർ പോലീസുകാരുടെ ഇവിടുത്തെ ഗാർഡാണ്. സമയം കഴിഞ്ഞ് അതുകൊണ്ട് ക്ലോസ് ചെയ്യണം, കയറണം എന്നാണ് പറയുന്നത്. കണ്ടോ, അവർ ഒരു വൈറ്റ് ഇതിലൊരു മുടിയിലാണ് അവർ പോലീസുകാരൊക്കെ വിടുന്നത്. ഇറക്കി ഇങ്ങോട്ട് എല്ലാവരും കയറാൻ പറയല്ലോ, അങ്ങനെ എല്ലാവരോടും കയറാൻ പറയും. അങ്ങനെയാണ് അതിൻ്റെ ഒരു. അല്ലോ, ഞാൻ നിന്നതിൻ്റെ താഴത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ. കണ്ടങ്ങനെ മനസ്സിലാവത്തേ ഉള്ളൂ. നേരിട്ട് വന്ന് കാണുമ്പോൾ അത് വേറൊരു ഫീലാണ് കേട്ടോ. എന്താണെന്ന് പറയുമ്പോൾ ഇതുണ്ടോ, ഞാനിപ്പം ഇന്നത്തെ നമുക്ക് കയറാം കേട്ടോ. എന്താ കൂളാണ് കേട്ടോ, നല്ല കൂളുണ്ട് ഇവിടെ. എന്താ ആഹാ എന്നാ വ്യൂ, ഇവിടുന്ന് കൊള്ളാം കേട്ടോ കാണാൻ. ഞാൻ ക്യാമറ ഭാഗത്തിനേക്കാൾ അടിപൊളിയായിട്ട് കണ്ണിൽ കൂടെ കാണുന്നുണ്ട്. സ്കൂളിൽ നിന്ന് കണ്ട എല്ലാവരും ഇപ്പം എന്നെ പറഞ്ഞു വിളിച്ചിരിക്കുന്നത് കേട്ടോ. അവര് ഇറങ്ങാൻ പറഞ്ഞാൽ ഇപ്പം ഞാൻ ഉൾപ്പെടെ ഇവിടുന്ന് പോകേണ്ടി വരും. എല്ലാവരും നല്ല രസമാണ് കാണാൻ. ആരെങ്കിലും കന്യാകുമാരി ജില്ലയിൽ എന്തെങ്കിലും കാര്യത്തിന് വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു നോക്കണം, അടിപൊളിയായിരിക്കും കേട്ടോ. എപ്പോഴും ഇവിടെ വെള്ളമേ നമുക്കിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതുണ്ട്, ഇതുണ്ടോ, ഞാനീ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ മറ്റേ കഴിഞ്ഞ പ്രളയവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴില്ലേ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ പിന്നെ വെള്ളം കവിഞ്ഞൊഴുകിയിട്ടേ ഈ നിൽക്കുന്ന സ്ഥലത്ത് കൂടെയൊക്കെയാണ് കണ്ടോ, ഇതുണ്ടോ, നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ ഒഴുകി ഈ ഇതിൻ്റെ ബാക്കിൽ കൂടി, ഇതുണ്ടോ, ഇതിൻ്റെ ബാക്കിൽ കൂടി, ഈ ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കൂടി ഇവിടുന്ന് ഞാൻ അത് കാണിച്ചില്ല, ഇതുണ്ടോ, ഇതിൻ്റെ ഇടക്കൂടെ ഒഴുകി ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. ഈ ഒന്ന് വെള്ളം തട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും പൊക്കുന്നൊക്കെ, പക്ഷെ ഇങ്ങോട്ട് ഇറക്കത്തില്ല. അപ്പോൾ അവിടെ കെട്ടിയിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഫുള്ള് വേണ്ട ഇങ്ങനെ ഫുള്ള് ഇവിടെ വെള്ളവും കാര്യങ്ങളും നല്ല ഇതിൽ വന്നിട്ട് അങ്ങനെ പോയിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പം നല്ല സീസണാണ്, കാരണം ടൂറിസ്റ്റിൻ്റെ ആ ഒരു സമയം കൂടെയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം ഇതുണ്ട് കേട്ടോ. നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ. ഇത് കല്ലാണെന്ന് തോന്നുന്നു ഫുള്ള്. ആ ഒരു സെറ്റപ്പാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് ചോദിക്കാൻ ആരും അങ്ങനെ പറഞ്ഞു തരാനൊന്നുമില്ല, നമ്മൾ തന്നെ കണ്ടുപിടിച്ചെടുത്തോളം എന്നത് കല്ലാണ് മൊത്തം കേട്ടോ. അതിൻ്റെ ആ ഒരു പണിയാണ് ഇതുണ്ട്. നമ്മൾ അത്യാവശ്യം ഇതുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ അപ്പുറത്ത് എന്താ തൃപ്പരപ്പ് മഹാവിഷ്ണു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിൻ്റെ ആ ഒരു വശം കൂടെ ഉണ്ട് കേട്ടോ. അത് എനിക്കങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്യാം. നേരത്തെ നമുക്ക് ഇത്രയും അടുത്ത് വന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, നിറച്ച ആളായിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രൈവസി നമ്മൾ കൈവയ്ക്കുന്നില്ല, കാരണം അവർ ഇവിടെ കുളിക്കുന്ന വെള്ളം നോക്കണം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് ശരിയല്ല, വീഡിയോ എടുക്കുന്നത് ശരിയല്ല. അങ്ങനെ നമ്മൾ ഇത്ര അടുത്ത് വന്നൊന്നും വീഡിയോ എടുത്തില്ല. ഞാൻ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ വീഴ്ചയുടെ തീവ്രത എനിക്ക് കാണിച്ചിരുന്നത്. ഇത് കണ്ടോ, നല്ല പ്രഷറിലാണ് വന്നത്. ഇത് താഴത്തേക്കാണ് പോയിരിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. നല്ല രസമെന്ന് വെച്ചാൽ നല്ല രസം, തലയ്ക്ക് മറ്റേ മസാജ് ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. കണ്ടോ, അതെ ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഉണ്ടോ, വരുന്ന വെള്ളത്തിൻ്റെ ആ ഫോഴ്സാണ് ഈ കാണുന്നത്. ഞാൻ ഫോഴ്സിലാണ് കണ്ടത്. പോകുമ്പോൾ എങ്ങനെ വെള്ളത്തിൽ പോയി നല്ല ഒഴുകി നേരെ പൊക്കോളൂ. ഇവിടെ ഒന്നും നടക്കത്തുന്നില്ല അങ്ങനെ. പോരാത്തതിന് വെള്ളത്തിന് ഫോഴ്സ് എനിക്ക് തോന്നുന്നേ ഇവിടെ ഡാം എന്തോ തുറന്നു തോന്നുന്നു. ഇത് മറ്റേ ചിറ്റാ ഡാമിൻ്റെ എന്തോ ഇതിൻ്റെ ഒക്കെ കൈവഴിയോ എന്തോ സെറ്റപ്പാണ്. പക്ഷെ നല്ല ഫോഴ്സാണ് ഇപ്പോൾ വെള്ളത്തിനുണ്ട്. കേട്ടോ, ഒറ്റ മനുഷ്യനില്ല. ഇവിടെ പോലീസ് ചേട്ടൻ നിൽക്കാണ്ട് കൈവക്കിക്കാരൻ ചേട്ടാ, പുള്ളിക്കാരൻ പറഞ്ഞെല്ലാവരും വിട്ടു. നമ്മളത് ഒറ്റ മനുഷ്യനില്ല, നമ്മൾ മാത്രമേ ഇവിടെ. ഞാൻ ജസ്റ്റ് ചോദിച്ചിട്ട് വന്നങ്ങനെ വീഡിയോ എടുത്താണ്. ഇനിയിപ്പോൾ ഇതും കൂടെ കണ്ടെങ്ങനെ പോവാം. ഉണ്ടാ ഇവിടെ നിന്ന് കുളിക്കാൻ ഇവിടെ നിറച്ച് ആളുണ്ടായിരുന്നു. നേരത്തെ നമുക്കത് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഫോഴ്സ് എന്നാ മറ്റേ നമ്മുടെ ബാഹുബലിയിൽ പ്രഭാസ് അമ്പെയ്തിട്ട് വരുന്ന ആ ഒരു ചെറിയ ചെടി നിൽക്കത്തില്ല, അതുപോലെ നിൽക്കുന്നില്ല കേട്ടോ. ചെടി നിൽക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മളിപ്പോൾ കണ്ടോ. നമ്മൾ അങ്ങോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ല, അവിടെ അടച്ചു കളഞ്ഞു. മുമ്പ് ഞാനൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് അതുവഴി അങ്ങനെ പോകാനുള്ള പെർമിഷൻ ഉണ്ടാവും. ഇപ്പോൾ നമുക്കങ്ങനെ പോകാനുള്ള പെർമിഷൻ ഇല്ല. എന്താ പറയുക, ഇതാണ് അതിൻ്റെ ഒരു നമ്മൾ എത്ര ഇറങ്ങണം അത്രയും കയറണം. അതെല്ലാം നേരത്തെ ഇറങ്ങിയ പോലെ നീ കയറും നമുക്കത്തേക്ക്. ഇവിടെ ചായ ഉണ്ട്, കടിയുണ്ട്, ചേട്ടന്മാരുണ്ട്, ഇവിടെ കളിപ്പാട്ടങ്ങൾ, പിള്ളേർ കളിക്കാൻ കളിപ്പാട്ടങ്ങൾ എല്ലാം മാറ്റിയാൽ ഉണ്ട്. എൻട്രൻസ് ആണ് കേട്ടോ, എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ തിരിച്ചിറങ്ങാം.
നമ്മളിപ്പോൾ ഈ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോവുകയാണ് കേട്ടോ. ഇത് ബാക്ക് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കൂടുതൽ എന്താ പറയുക ഇവിടത്തേക്കാളും നാച്ചുറലായിട്ട് കിടക്കുന്നത്. കാരണം അവിടെ അത്രയും പരിപാടി ചെയ്തിട്ടില്ല. 2 പോർഷനായിട്ടാണ്, 2 സൈഡായിട്ടാണ് അത്. ഒന്ന് ബാക്ക് സൈഡ് 2 വഴിക്ക് വരാം. ഞാൻ വന്നത് ബാക്ക് സൈഡിൽ കൂടെയാണ് ആദ്യം. എന്നിട്ടാണ് ഞാൻ ഫ്രണ്ടിലോട്ട് പോയത്. എന്നിട്ട് പിന്നെ തിരിച്ചിപ്പോൾ ബാക്ക് സൈഡിലോട്ട് പോവുക. ഇതാണ് വഴി ഇതാണ് കേട്ടോ കാണിച്ചു തരാം. ഇതുണ്ടോ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൻ്റെ ആ വഴിയാണ് ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ കൂടെ പോകുന്ന ഈ ഇതില്ലേ ആ വെള്ളത്തിൻ്റെ ഡൈവേർഷനാണ്. അവരവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വേറെ ആവശ്യങ്ങൾക്കായിട്ട് ഇതിങ്ങനെ കൊണ്ടുപോയി. ഇവിടെ ആനയെ കുളിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ മുമ്പ് വന്നപ്പോൾ ആനയെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം ആനയെ കുളിപ്പിക്കുന്നില്ല. മുമ്പ് ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് ഇതേപോലെ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. പ്രാവശ്യമല്ല കേട്ടോ. ആനയെ കുളിപ്പിക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ആന അവർ ടെസ്റ്റ് ചെയ്തായിരുന്നു. എന്നിട്ടും ഇവിടെ തേച്ച് കുളിപ്പിക്കൂടെ. ചില ആനകൾ ഇവിടെ കുളിക്കും, ചില അവിടെ കൊണ്ടുപോയി ആ വരുന്ന വെള്ളം കണ്ട ഒഴുകുന്നത്. അപ്പം നമുക്ക് പൊക്കം നോക്കുമ്പോൾ ആ ഇത് കാണാൻ പറ്റും. ഇവിടെയാണ് ആന കുളിക്കുന്നത്. ഇതാണ് ആനയെ കുളിപ്പിക്കുന്ന സ്ഥലം. വേണ്ട ഇങ്ങനെ അതിനുവേണ്ടി ഇത് ആന ഇറങ്ങി. എന്നിട്ട് ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ കുറേ ആൾക്കാർ ഇവിടെ നിന്ന് കുളിക്കുന്നതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക. ഈ വെള്ളം ഇറങ്ങുന്നുണ്ട് നല്ലോണം. ഇതാണത് കാര്യം നോക്കിയാൽ ഇത് നമ്മുടെ ഈ വഴിയിലെ ഇതുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാം. വീഡിയോ നീട്ടാമല്ല കേട്ടോ. അവർ വന്നിട്ട് ഇവിടെ നമ്മൾ വീണ്ടും പൊക്കത്തേക്ക് ഇങ്ങനെ ഏറി പോയിക്കൊണ്ടിരിക്കും. വീണ്ടും ആ പാലത്തെ ഉണ്ട്. ഈ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് എൻ്റെ വണ്ടി ഇരിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ വേണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കും. കാണാം ഇങ്ങനെ നടന്ന് ഉണ്ടാ. ഇപ്പം അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ വന്നു. നമ്മൾ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ വന്നു ഇങ്ങനെ കണ്ടോ. ഇതാണ് കറക്റ്റ് പറഞ്ഞാൽ ആ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്ക് സൈഡ്. ഈ ഒഴുകുന്ന വെള്ളമാണ് അത്ര ഫോഴ്സിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ. ഈ വെള്ളം കണ്ട, ഈ വെള്ളമാണ് അത്ര ഫോഴ്സിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ഇത്ര സ്ഥലമുണ്ട്. കണ്ടോ ഞങ്ങളാ ഇത് കണ്ട ആ പിന്നെ ഒരു ചെറിയ ഇതുപോലെ നല്ലോണം ഒക്കെ കാണാൻ പറ്റും. കണ്ട അത് ഞങ്ങളവിടെ കയറി നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ മുമ്പ് വരുമ്പോൾ. ഇപ്പം അത് അങ്ങനെ നടക്കുന്നില്ല. കണ്ട ഇങ്ങനെ നടന്ന് കണ്ട ഇങ്ങനെ കിടക്കുക അറ്റം വരെ. ഇവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ. അവിടെ ബോട്ടൊക്കെ കിടപ്പുണ്ട്. ബോട്ടിങ്ങിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ ഇവിടെ ഹിപ്പോപ്പൊട്ടാമസ് ഒരു ഹിപ്പോപ്പൊട്ടാമസിക്കുന്നുണ്ട്. അത് ജസ്റ്റ് അവർ പ്രതിമയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവിടെ. അതാ ഇവിടെ ഗാർഡനിങ്ങിന് അത്യാവശ്യം ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു ഇതാണ് ഇവിടെ കണ്ടത്. കണ്ടോ അതിൻ്റെ ആ ഒരു സെറ്റപ്പ്. പിന്നെ ഒരു എന്താ ഡൈനോസർ ആയിരിക്കും. ഡൈനോസർ ഉണ്ടോ അവിടെ? വേണ്ട കിടക്കാച്ചൊരു ഡൈനോസർ ഉണ്ട് ഇവിടെ. അടിപൊളി ഡൈനോസറുണ്ട്. ഡൈനോസർ എൻ്റെ ദൈവമേ എന്നൊന്നും ചെയ്യില്ല. ഞാൻ പോവാണേ. അവിടെ നിന്ന് ഇതുണ്ട്. ഈ നമുക്ക് ഈ കൂടാരത്തിൻ്റെ പക്കത്തൊന്ന് കയറി നിന്ന് ജസ്റ്റ് ഒരു ഇതുണ്ട്. സ്റ്റെപ്പുണ്ട് ഇവിടെ. ബോട്ട് ക്ലബ്ബ് എന്നാ ബോട്ടിംഗ് എന്നാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. ആ ഇവിടെയും അത്യാവശ്യം ഒരു ചെറിയ പാർക്കുണ്ട്. അത്യാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട പാർക്കിൻ്റെ അത്ര വരുന്നില്ല. പക്ഷെ കുഴപ്പമില്ല ഇവിടെ. അടിപൊളി. ഹൈ കൊള്ളാം. അടിപൊളി മുളയ്ക്കൊക്കെ ഒരു പ്രത്യേക രസമല്ലേ. വീടിൻ്റെ അവിടെ ഒരു മുള എന്നപ്പോഴും നെറ്റുവലിഞ്ഞ് പോലും നോക്കത്തില്ല. ഒടിച്ചുകളാണ് ആൾക്കാരെ കെട്ടിക്കളെ. അപ്പം മുള കണ്ടിട്ട് ഭയങ്കര ഒരു ജിറാഫിനെ കണ്ടോ. കണ്ടോളൂ. ഹൈ ഇത് നമ്മളിങ്ങനെ പോയി. ഇത് കണ്ടോ. ഇത് അണക്കെട്ടിൻ്റെ വേറൊരു സെറ്റപ്പാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫോഴ്സ് കിടക്കാൻ എന്താ സെറ്റപ്പാണ്. കെട്ടിക്കിടക്കുമ്പോൾ ഇത് ഡൈവേർട്ട് ചെയ്ത് വിടുന്നത്. ഇതാണ് ബോട്ടിങ്ങിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ അവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, ഇത് നോക്കിയിട്ടില്ല. ഇതാണ് എൻ്റെ ഒരു സെറ്റപ്പ്. അല്ല അടിപൊളി. ഇപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടിയത്. ഞാൻ നിൽക്കുന്ന സ്ഥലം കാണിച്ചു തരാം. ജിറാഫ് ഗൈസ്. ഞാൻ നിൽക്കുന്ന സ്ഥലം ഇതാണ് കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇത് ഫ്രണ്ടിലോട്ട് ചെയ്തിട്ടുണ്ട്. താഴത്തുനിന്നൊരു ചെറിയൊരു എലിവേഷൻ ഉണ്ട്. അവിടെ ചേട്ടന്മാർ കുളിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ എലിവേഷനുണ്ട്.
ഉണ്ടോ? അതാണ് ആ കാണുന്നത്. ഞാൻ താഴത്ത് ഇത്രയും ഇതിലാണ് നിൽക്കുന്നത്. ഇതുണ്ടത് ഉണ്ടോ? ഇങ്ങനെയാണ് കറക്റ്റ് ഇറങ്ങിയാണ് നിൽക്കുന്നത്. ഇവിടെ മൊത്തം എക്കോ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞിട്ട് മൊത്തം പ്ലാസ്റ്റിക്കാണ്. നമ്മളിപ്പോഴുള്ള ടീംസ് അല്ലേ വരുന്നത്, മൊത്തം പ്ലാസ്റ്റിക് ആയിരിക്കും. ഡൈനോസറിനെ കണ്ടില്ലെന്ന് പറയട്ടെ കേട്ടോ. നമുക്ക് അത്യാവശ്യം മണ്ണിൻ്റെ അടിയിലാണ് കേട്ടോ. കുഴപ്പമില്ല, എനിക്ക് വന്ന് പിടിക്കത്തില്ല, അത് മാന്തിയാലേ ഉള്ളൂ. കറക്റ്റ് ഇതാണ് കറക്റ്റ് ഡൈനോസറിൻ്റെ ഇരിക്കുന്നുണ്ടോ. ഹൈ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഹാറ്റ്സ് ഓഫ്.